ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവക്കുട്ടിയും ന്യൂസും റെഡിയായി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തിട്ടില്ല, ഫുഡ് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോവാണ്. കഴിഞ്ഞ ആഴ്ചയൊന്നും പോകാൻ പറ്റിയില്ല പള്ളിയിൽ. അപ്പോൾ ഇന്നെന്തായാലും പോയേക്കാം എന്ന് വിചാരിച്ചു. കാറ്റഗറിസം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്, കാരണം എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി ഇല്ല, ക്ലാസ് ഇല്ല. ഇപ്പോൾ കുട്ടിക്കും പൊന്നൂസിനും ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളും കൂടി കഴിച്ചിട്ട് പള്ളിയിലോട്ട് പോവും. കാരണം 9:30-ക്കാണ് കുർബാന. അപ്പോൾ രണ്ടാമത്തെ കുർബാനയാണ് കേട്ടോ. അപ്പോൾ ചോറും നാടൻ ചീരയാണ്, ചീരത്തോരനും പിന്നെ നമ്മുടെ നെല്ലിക്കയും മാങ്ങയും കൂടി കാന്താരിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയും. ഇതാണ് രാവിലത്തേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പള്ളിയിലേക്ക് പോവാണ്. സ്കൂട്ടറിനാണ് പോണത്. അതിൻ്റെ സന്തോഷത്തിലാണ് അവർ. സൺഡേ ആയിട്ട് നിങ്ങളുടെ പരിപാടി എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും സൺഡേ ഒക്കെ അടിച്ച് പൊളിച്ചോ? വീട്ടിൽ തന്നെ ആയിരുന്നോ? എവിടെയൊക്കെ പോയി എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. നടന്ന് കയറ്റം കയറണം. ഞങ്ങളെ ഇരുത്തി കയറ്റം കയറില്ല, വണ്ടി ഫ്രണ്ടോട്ട് പോവില്ല. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പൊക്കത്ത് പോയി നിൽക്കണം. അപ്പോൾ മറിച്ച് സ്കൂട്ടറും കൊണ്ട് വരും. പിന്നെ ചെറിയ കംപ്ലൈൻ്റൊക്കെ ഉള്ള വണ്ടിയാണ്. അത് കഴിഞ്ഞ ദിവസമാണ് നന്നാക്കി എടുത്ത് പുള്ളി തന്നെ. അപ്പോൾ ഇവിടെ വീടിനടുത്ത് തന്നെയാണ് പള്ളി. അപ്പോൾ സ്കൂട്ടറിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി കുർബാന തുടങ്ങിയായിരുന്നിട്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇടവക പള്ളി. ഹസ്ബൻഡിൻ്റെ പള്ളിയാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പള്ളിയാണ്. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇടവക പള്ളി. അപ്പോൾ ഞങ്ങളുടെ കുർബാന തുടങ്ങിയായിരുന്നു. തുടങ്ങിയുള്ളൂ, പേടിക്കാൻ മാത്രമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയിലൊന്നും പള്ളിയിലോട്ടൊന്നും വരാൻ പറ്റിയില്ല, കാരണം വയ്യായികയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അറിയാലോ, ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി വയ്യാണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഞായറാഴ്ച എന്തായാലും വന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കൂടി യുവക്കുട്ടിയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. യുവക്കുട്ടി ടാറ്റയൊക്കെ കൊടുത്തിട്ട് വരികയാണ്. അപ്പോൾ പൊന്നൂസിങ്ങനെ ഓടിപ്പോവാണ്. പിന്നെ ഞങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോവുകയാണ്. അതിപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾ പറയണില്ല, അത് സർപ്രൈസായിട്ട് വെച്ചേക്കാണ്. എന്നെങ്കിലും ഞാനൊരു വീഡിയോ ഇടും. അത് ഇപ്പം പറയണില്ല, എന്താ സംഭവം എന്ന് ഞാൻ പറയണില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇത് കണ്ടോ, റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് ഇവിടെ ചുറ്റിനും. റബ്ബർ തോട്ടം, അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ തോട്ടം, അങ്ങനെയൊക്കെയാണ്. വാഴക്കൃഷി, ഇങ്ങനെ മൊത്തം കൃഷികളാണ് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ഗ്രാമം ഭയങ്കര ഇഷ്ടമാണ്. പകലൊക്കെ ഇതിലെ കൂടിയൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ രാത്രിയൊക്കെ ഇതിലെ കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്, കാരണം ഇരുട്ട് കുത്തി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് രാത്രിയൊക്കെ ഇതിൽ പോകുമ്പോഴത്തേക്കും. അപ്പോൾ പകലൊക്കെ എനിക്കിങ്ങനെ കണ്ടുപോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ, നമ്മുടെ പ്രകൃതി രമണീനെ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ പോണ വഴിക്ക് ഇതേ നമുക്ക് റെയിൽവേ ഗേറ്റോടെ കിട്ടി. അങ്ങനെ തീവണ്ടിയും കണ്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ കാഞ്ഞിരപറ്റം എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കുളമുണ്ട്, നല്ല രസമായിരുന്നു. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിട്ട് ഇങ്ങനെ കെട്ടിയേക്കണത് കമ്പി കൊണ്ട്. നേരത്തെ ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു, കാരണം പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ കളിക്കണോണ്ട് അവർ ഇപ്പോൾ ഇത് കെട്ടി വെച്ചേക്കാണ് ഇങ്ങനെ കമ്പിയൊക്കെ കൊണ്ട്. ഇപ്പോൾ ഇതാ കണ്ട, പശുവിനെ കണ്ട. പിന്നെ ഇവിടെ അച്ചിങ്ങ അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട്. പിന്നെ ചക്ക. പിന്നെ ഇവിടെ മൊത്തം പാടത്ത് നെല്ലിൻ്റെ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും പയറിട്ടേക്കാണ്. ഇപ്പോൾ മൊത്തം പാടത്ത് ഒന്നെങ്കിൽ ചീര നട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇതേ ഇപ്പോൾ പയറാണ് ഇവിടെ കാണുന്നത്. മിക്ക പാടങ്ങളിലും പയറാണ് കേട്ടോ നട്ടേക്കണത്. പിന്നെ ഇതാ ചീര, കോളിഫ്ലവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എവിടെ നോക്കിയാലും ഇങ്ങനെ പച്ചപ്പാണ് മൊത്തം. പൊക്കത്ത് ചക്ക, പോണ വഴിക്കൊരു കുഞ്ഞു ചക്കയും കൂടി ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റില്ല, വേറെ ആരുടെയോ ആണല്ലോ. ഇതേ ചക്ക കട, അതിൽ ചക്കയുണ്ട്, കൈയെത്തും ദൂരത്താണ് ചക്ക. പിന്നെ ഇവിടെയൊക്കെ പാടത്ത് മൊത്തം പയറാണ്, കാണാൻ നല്ല രസമാണ്. പിന്നെ വാഴക്കൃഷിയും തെങ്ങും ഒക്കെയാണ്. പാടം തന്നെ കാണാൻ നല്ല രസമാണ്. കണ്ടോ, അടക്ക, തെങ്ങ് ഒക്കെ ഉണ്ട്. സ്കൂട്ടറിൽ ഇങ്ങനെ പോണോണ്ട് എത്രമാത്രം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഈ കുലുക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ തൽക്കാലം എടുക്കാൻ പറ്റണുള്ളൂ. രാത്രിയൊക്കെ ഇതിൽ കൂടി പോവുകയാണെങ്കിൽ പേടിയാവും കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പം നല്ല ഭംഗിയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് റെയിൽവേ പാളമാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്കൂട്ടർ ചെറിയൊരു പണി തന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് സ്കൂട്ടർ വീട്ടിൽ വെച്ചിട്ട് ഓട്ടോ ആയിട്ട് ഇറങ്ങി
ഇത് ഞങ്ങളിപ്പോൾ കടയിലോട്ട് പോവാണ് കേട്ടോ. മറ്റാവശ്യം കഴിഞ്ഞു, പോണ ആവശ്യം കഴിഞ്ഞായിരുന്നു. അതെങ്ങാട്ടാ പോണേ ഞാനിപ്പോൾ പറയില്ല, പോയത് എങ്ങാട്ടാന്ന് ഞാൻ പറയില്ല. അത് ഞാൻ പറയില്ലേ സർപ്രൈസാണ്, അത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ പോണത് അവിടെ പോയി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പോണത് ഒരു കടയിലേക്കാണ്, ജ്യൂസ് കുടിക്കാനായിട്ട് പോവുകയാണ്. ജ്യൂസല്ല, കുട്ടിക്ക് ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ക്ക് കുടിക്കാനാണ് വന്നേക്കണത്. കാരണം പള്ളിയിൽ നിന്ന് നേരെ ഞങ്ങളിങ്ങനെ ഇറങ്ങിയായിരുന്നല്ലോ. അപ്പോൾ കടയിലൊന്നും കയറാത്തതുകൊണ്ട് പുള്ളിക്കാർ ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ ഞാനും പൊന്നൂസും ചെറിയൊരു ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഷെയ്ക്കൊക്കെ മേടിച്ചു തരാൻ വേണ്ടി പുറത്തേക്ക് വന്നേക്കാണ്. എനിക്ക് ജ്യൂസ് മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കുട്ടിക്കും പൊന്നൂസിനും ആദർശിനും ഷെയ്ക്കാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു ഷെയ്ക്ക് തന്നെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ലാലേട്ടൻ്റെ ഒപ്പമുള്ളൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കണേ കേട്ടോ പുള്ളിക്കാരൻ. ഞാനപ്പോൾ എടുത്തു കൊടുത്തു. ഓരോ ആഗ്രഹങ്ങളല്ലേ. ആദർശ് എനിക്കും വീഡിയോ എടുത്ത് തന്നായിരുന്നു. കാരണം ഷെയ്ക്കൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അപ്പയും മോളൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് വന്നു, ഷെയ്ക്ക് വന്നു. ഇവക്കുട്ടിയും പൊന്നൂസും ഓർഡർ ചെയ്ത ഷെയ്ക്ക് വന്നു. അവർക്ക് ഓറിയോ ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു ഇവക്കുട്ടിക്കും പൊന്നൂസിനും. എനിക്കും ആദർശിനും ചിക്കു ഷെയ്ക്കാണ് കേട്ടോ. പൊന്നൂസ് ഓറിയോ ഷെയ്ക്കിൽ നിന്ന് ഓറിയോയുടെ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ എല്ലാം കൂടി താഴെയിട്ടിടും. അപ്പോൾ പൊന്നൂസ് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി പെണ്ണും അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലുള്ള ഒരു കടയിൽ തന്നെ കേട്ടോ വന്നേക്കണത്. അവിടെ മിക്ക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കു ഷേക്ക് ഞങ്ങൾക്ക് പറഞ്ഞു. ഇവക്കുട്ടിയും പൊന്നൂസും ഇത് ഫുള്ളൊന്നും കഴിക്കില്ല കേട്ടോ. അവരുടെ എന്നിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ചിക്കു ഷേക്കും വന്നു. അങ്ങനെ ചിക്കു ഷേക്കും കുടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. വേറെ എങ്ങോട്ട് പോകാനില്ല. ഇന്ന് ഞായറാഴ്ചയല്ലേ. അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും തന്നെ ഇപ്പോൾ ഒരു ഉച്ച ടൈം ആയിട്ടാ. കറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 12 മണി ആ ടൈമായി. അതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും തോന്നണില്ല. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ചാൻസ് ഇല്ല. കാരണം വയറൊക്കെ നിറഞ്ഞിരിക്കണേണ്, മന്നിച്ചിരിക്കണേണ്, ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുള്ള പരുവത്തിലാണ് പോയിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് വേറെ എങ്ങും പോവുകയോ ഒന്നും ചെയ്തില്ല. ഫുഡും കഴിച്ചില്ല, ഉച്ചത്തേക്ക് ചോറൊന്നും കഴിച്ചില്ല. ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയതൊക്കെ. പക്ഷേ എല്ലാവരും കിടന്ന് ഉറങ്ങിയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും മഴയൊക്കെ നല്ലോണം ഇടിവെട്ടിയൊക്കെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വൈകുന്നേരം ചായ വെച്ച് കുടിച്ചു. ആദർശിന് കട്ടൻ ചായ, എനിക്ക് പാൽ ചായ ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു. പൊന്നൂസ് ഇവക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും കഴിച്ചില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വിശന്നു. അപ്പോൾ പൊന്നൂസും ഇവക്കുട്ടിയാണെങ്കിലും ചായയൊന്നും കുടിക്കില്ല, ഞാൻ ചായ കൊടുക്കാറില്ല. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നൂഡിൽസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ നൂഡിൽസ് ചൂടോടെ ഉണ്ടാക്കുകയാണ്. ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. ഒരു ക്യാരറ്റും ബീൻസൊക്കെ ഓൾറെഡി ഉണ്ട് ആ മസാലക്കൂട്ടത്തിൽ. അപ്പോൾ നൂഡിൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുള്ള് വറ്റിച്ചെടുക്കും കേട്ടോ. വെള്ളം മൊത്തത്തിൽ ഞാൻ വറ്റിച്ചെടുക്കും. വറ്റിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ ചിക്കി നമുക്ക് ഇടാം. പക്ഷേ അതിനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നൂഡിൽസ് കഴിക്കാം ചൂടോടെ. ഇതായിപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീതം വെക്കാം. അങ്ങനെ അപ്പക്കും മക്കൾക്കും ഞാൻ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ചട്ടിയിലാണല്ലോ ഞാൻ കഴിക്കാറ്, എനിക്കതാണല്ലോ ഇഷ്ടം. അപ്പോൾ അപ്പക്കും മക്കൾക്കും പാത്രത്തിലാക്കി കൊടുത്തു. ഓരോ സ്പൂൺ ഇട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും. ഞാൻ ചട്ടിയിൽ കൈയിട്ടൊക്കെ ഇങ്ങനെ തിന്നാൻ, എനിക്ക് സ്പൂണൊന്നും വേണമെന്നില്ല. അപ്പോൾ വൈകുന്നേരത്തെ കാര്യവും കുശാലായി. പിന്നെ മുറ്റത്ത് കുറച്ച് നേരം മാഗിയായിട്ട് സമയം ചിലവഴിച്ചു. പിന്നെ മഴയൊക്കെ പൊടിയുണ്ടായിരുന്നു ചെറുതായിട്ട്. കുറച്ച് നേരം പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാഗിയായിട്ട് കുറച്ച് നേരം ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവക്കുട്ടിക്ക് പഠിക്കാനുള്ളതൊക്കെ കൊടുത്തു. ഞാൻ ഓരോ പണികളിലൊക്കെ ആയിരുന്നു. പിന്നെ പൊന്നൂസാണെങ്കിൽ ഹാളിൽ പോയിരുന്ന് കളിക്കുകയാണ്. ആദർശ് പോയിട്ട് വന്നിട്ടില്ല. പിന്നെ ചെറുതായിട്ട് മഴ പൊടിയണുണ്ട്, ഇടിയൊക്കെ കുടുങ്ങണുണ്ട്. മിക്കവാറും നല്ല മഴ പെയ്യാനാണ് സാധ്യത. ഷെയ്ക്ക് മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവർ ഫുള്ള് കുടിക്കില്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് മേടിക്കുമ്പോൾ അവർക്ക് ഒരെണ്ണമായിട്ട് അങ്ങോട്ട് വേണം, ഇല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് എന്ത് ചെയ്തു, ഇങ്ങനെ പാർസലായിട്ട് മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ചേച്ചി. അപ്പോൾ ഇവരെടുത്ത് കുടിക്കുകയാണ്. ഇപ്പോൾ ആദർശ് പുറത്ത് പോയി വന്നപ്പോഴത്തേക്കും കുഴിമന്തിയും കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ രാത്രിയത്തേക്ക് കുഴിമന്തിയാണ് സ്പെഷ്യല്. അപ്പോൾ രാത്രിത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പൊന്നൂസും ഇവക്കുട്ടി ഇവിടെ ഉണ്ട്. പൊന്നൂസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവക്കുട്ടി പഠിക്കുകയാണ്. കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ ഒരു സിനിമയൊക്കെ കാണും.
എന്നിട്ട് കിടന്നുറങ്ങും. അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. നിങ്ങളുടെ രാത്രിയിലെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ് രാത്രിത്തെ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഞായറാഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളെവിടെയൊക്കെ പോയി, എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഒരു രസമല്ലേ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.